ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്റ്റിച്ചിങ് ഡേ വ്ളോഗാണ്. എൻ്റെ സൈഡിലായിട്ടിരിക്കുന്ന ആ ഒരു റാക്ക് ഫുള്ള് നമുക്ക് ഈ ഒരു വീക്ക് സ്റ്റിച്ച് ചെയ്ത് തീർക്കേണ്ട ഇപ്പം നിലവിൽ നമുക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽസാണ്. നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഷോപ്പിന് തൊട്ട് പുറകിലുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മെറ്റീരിയൽസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചതിൽ ഏതൊക്കെ സ്റ്റിച്ച് ചെയ്തു, ഇന്ന് ഏതൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി ഒന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണേ. സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒരു ചെറിയൊരു ടിപ്പ് കൂടിയാണിത് കേട്ടോ. കാരണം നമ്മൾക്ക് വന്നിട്ടുള്ള അതായത് സ്റ്റിച്ചിങ് വർക്കുകൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓരോ ദിവസത്തിൻ്റെ അനുസരിച്ച് നമ്മളൊന്ന് ബുക്കിൽ ഓരോ ദിവസത്തിന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ചിലതൊക്കെ വിട്ടുപോകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിട്ടുപോകാതെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഓർഡർ ചെയ്തു പോകാനായിട്ട് പറ്റും. പക്ഷേ ഒരു കാര്യമുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് വിട്ടുപോകുന്നൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഒരു വർക്ക് വരുമ്പോൾ ആ സമയത്ത് തന്നെ അതിൻ്റെ എന്ത് ഐറ്റമാണ് എന്നാണ് കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ 2 ദിവസം മുന്നേ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തയ്യക്കാരുടെ കാര്യമാണല്ലോ, ആ ഡേറ്റിനെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇതൊരു അംബ്രല്ല ഫ്രോക്കാണേ. നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ ഒരു സ്ലീവ് വരുന്നുണ്ടല്ലോ, ഷോൾഡറിൻ്റെ അവിടെ പ്ലീറ്റ്സ് വരുന്ന ഒരു മോഡൽ. അപ്പോൾ അവർക്ക് കയ്യിലേക്കും കുറച്ച് ഇറങ്ങി നിൽക്കുന്ന പോലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ പ്ലീറ്റ്സ് കിടക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം അതിൻ്റെ ഷോൾഡറിലായിട്ട് നമുക്ക് നെറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഷോൾഡറിനുള്ളിൽ നമ്മളൊരു ലൈനിങ് ക്ലോത്ത് കൊടുത്തിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. പലപ്പോഴും തയ്യക്കാർക്കുള്ളൊരു ചീത്തപ്പേരാണ് പെട്ടെന്ന് തയ്ച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത്. അത് വരാൻ കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് കേട്ടോ. കാരണം ചിലരെങ്കിലും ഒരു 80% ആൾക്കാരും പെട്ടെന്ന് കൊണ്ടുവന്ന് തലേദിവസം കൊണ്ടുവന്ന് പിറ്റേ ദിവസം തയ്ച്ചു കൊടുക്കണമെന്ന് പറയുന്നവരാണ്. ഇപ്പം കുറച്ചായിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുറേ കസ്റ്റമേഴ്സൊക്കെ ആ രീതി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് കൊണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കൊണ്ടുതരുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നമുക്ക് ലാസ്റ്റ് വരുന്നവരെ തള്ളി പറയാനും പറ്റത്തില്ല, നേരത്തെ വന്നവരെ തീർക്കാനും പറ്റത്തില്ല. അത് ആകെപ്പാടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോൾ. പരമാവധി എല്ലാവരുടെയും വർക്കുകൾ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചിലരെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരുന്നവരെ തിരിച്ച് പറഞ്ഞു വിടേണ്ട അവസ്ഥ വരാറുണ്ട്. കാരണം സീസൺ സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ പോലും പറ്റാതിരുന്ന സ്റ്റിച്ച് ചെയ്ത് അവസാനം യൂറിൻ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലാകേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി പരമാവധി നേരത്തെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. മറ്റൊരു വീഡിയോയോടെ വീണ്ടും കാണാം.